ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാരണം ഏകദേശം ഉറപ്പായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ തവണ ഇറക്കിയ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലെ തന്നെ ഭൂരിഭാഗം പേരും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന ചില കണ്ടസ്റ്റന്റിനുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൽ നമുക്ക് 100% ഒരു പകുതിയോളം ആൾക്കാരെ നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഏതായാലും അർജന്റീന ജയിച്ചോണ്ട് കേട്ടോ, അർജന്റീനയുടെ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കടക്കാം പ്രഡിക്ഷൻ ലിസ്റ്റിൽ. ഒരു 20 പേരുണ്ടാണ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ 20 പേരിൽ എത്ര പേര് വരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകർ ഇവരെ സമീപിച്ചതിന്റെ പേരിലാണ് നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഷുവറായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരെ മൂളി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിയാം. എന്തായാലും നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന 20 പേരാണ്. 20 പേരുടെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ആക്ട്രസും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കോമണേഴ്സ് അത് പതിയെ അറിയാൻ കഴിയുള്ളൂ, നമുക്ക് എന്തായാലും അറിയാൻ കഴിയില്ല. ഇതിൽ ഉള്ള ആൾക്കാരുമായിട്ട് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ കോൺടാക്ട് ചെയ്തു എന്നതിന്റെ അറിവിന്റെ ബലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും അതിലേക്ക് കടക്കാം. നമുക്ക് അതിൽ ഉറപ്പിക്കാവുന്ന ഒരു പേരാണ് പ്രിയങ്ക അനൂപ്. അതായത് കുറെ സീരിയലുകളിലും സിനിമകളിലൊക്കെ, പണ്ടത്തെ സിനിമകളിലൊക്കെ ഇഷ്ടംമാതിരി തവണ കണ്ടുവന്ന ഒരു നടിയാണ് പ്രിയങ്ക അനൂപ്. അപ്പം നമ്മുടെ ജഗതി ചേട്ടൻ്റെ കൂടെ കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് പ്രിയങ്ക അനൂപ്. അപ്പം പ്രിയങ്ക അനൂപിനെ കഴിഞ്ഞ തവണയും സമീപിച്ചിരുന്നു, പക്ഷെ പ്രിയങ്ക അനൂപ് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഈ തവണ പ്രിയങ്ക അനൂപ് ഉണ്ടാവും തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ രണ്ടാമത് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ആദിത്യൻ ജയൻ. ആദിത്യൻ ജയൻ എന്ന് പറയുന്നത് നമ്മളെ ജയന്റെ ഒക്കെ ഒരു റിലേറ്റീവ് ആയിട്ട് വരും കേട്ടോ. അപ്പം ആദിത്യൻ ജയൻ കുറെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സിനിമകളിലും അഭിനയിച്ച ഒരു വ്യക്തി കൂടിയാണ് ആദിത്യൻ ജയൻ. അപ്പൊ ആദിത്യൻ ജയൻ ഇത്തവണ ഉണ്ടാവും. കഴിഞ്ഞ തവണയും കേട്ട പേരാണ്, അതിന് മുമ്പിലത്തെ തവണയും കേട്ട പേരാണ് ആദിത്യൻ ജയൻ. പക്ഷെ നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷെ ഇത്തവണ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ജസീല, കാരണം സീരിയൽ പ്രേമികൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ജസീല. കുറെ സ്റ്റാർ മാജിക്കും അങ്ങനെയുള്ള കുറെ ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്, സീരിയലുകളിലാണ് ഏറ്റവും കൂടുതൽ സീരിയൽ പ്രേമികൾക്ക് അറിയാവുന്ന ഒരു നടി കൂടിയാണ് ജസീല. പിന്നെ ഉള്ളത് ഗൗരി ഉണ്ണിമായാണ്. അപ്പൊ ഗൗരി ഉണ്ണിമായ എന്ന് പറഞ്ഞ ചക്കപ്പഴമൊക്കെ കണ്ടുവരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഗൗരി ഉണ്ണിമായ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിനിമകളിലും കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗൗരി ഉണ്ണിമായ. ജീവ ജോസഫ് ആണ് പിന്നീട് 4ാമതായിട്ട് അല്ലെങ്കിൽ 5ാമതായിട്ട് കേൾക്കുന്ന പേര്. ജീവ ജോസഫ് കഴിഞ്ഞ തവണ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ജീവ ജോസഫ്, പക്ഷെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ജീവ ജോസഫ് അത്രയും തിരക്കായിട്ടുള്ളൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആങ്കറും കൂടെയാണ്. അപ്പൊ പുള്ളി വരുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ജീവ ജോസഫിന്റെ പേര് കേൾക്കുന്നു, എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് വരുമ്പോൾ കാണാം. ഏതായാലും ഹെലനോസ് പാട്ട, അതായത് 6ാമത്തെ പേരാണ് ഹെലനോസ് പാട്ട. നമ്മുടെ ഹെലനോസ് പാട്ട ഈ അടുത്തായിട്ട് ചില കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ഹെലനോസ് പാട്ട ഇത്തവണ ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഹെലനോസ് പാട്ട കഴിഞ്ഞ തവണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്തവണ ഹെലനോസ് പാട്ട ഉണ്ടാകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. പിന്നെ കേൾക്കുന്ന പേരാണ് രാഹുൽ ഈശ്വർ ഇപ്പം വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. കാരണം സൂര്യ ടിവിയുടെ ഫസ്റ്റത്തെ നമ്മുടെ ഈ ഷോ ബിഗ് ബോസ് പോലത്തെ ഉള്ള ഷോയിൽ അഭിനയിച്ചിട്ടുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള രാഹുൽ ഈശ്വർ ഇത്തവണ ഉണ്ടാകും. രാഹുൽ ഈശ്വറിനെ സമീപിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വർ സമ്മതം മൂളിയോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും രാഹുൽ ഈശ്വറിനെ സമീപിച്ചിട്ടുണ്ട് ബിഗ് ബോസിന്റെ സീസൺ 8 പ്രവർത്തകർ. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ തകർക്കും. കാരണം നമ്മുടെ ഒരു അഖിൽ മാരാറിനെ പോലെ തന്നെ വാക്ചാതുര്യമുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ നിറയെ കണ്ടന്റ് കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വർ വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അടുത്ത് നമ്മുടെ അൽഫുഡി സൂരജ് കുറെ ഫുഡി ഒരു വ്ളോഗറാണ്. കുറെ പേർക്ക് പൈസയൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രംകാരനാണ് സൂരജിന്റെ പേര് കേൾക്കുന്നുണ്ട്, ശക്തമായി തന്നെ സൂരജിന്റെ കേൾക്കുന്നുണ്ട്. സൂരജ് വരാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ കേൾക്കുന്ന പേരാണ് പ്രണവ് കൊച്ചു. കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് സീസൺ 7 പ്രണവ് കൊച്ചു ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ കുറെ ഡാൻസും ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രണവ് കൊച്ചു ആണ് അടുത്തതായി കേൾക്കുന്ന പേര്. പിന്നെ നമ്മൾ കേൾക്കുന്ന പേരാണ് ഗ്ലാമി ഗംഗ. അതായത് കഴിഞ്ഞ 2 സീസണുകളായിട്ട് ഇവർ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ വന്നില്ല. പക്ഷെ ഇത്തവണ ഗ്ലാമി ഗംഗ ബ്യൂട്ടി ബ്ലോഗർ
ഇൻഫ്ലുവൻസർ, മറ്റേ ഇൻസ്റ്റഗ്രാമിലെ മെയിൻ ടീമാണ്. അപ്പം ഗ്ലാമി ഗംഗ എന്തായാലും ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ചാൻസ് വളരെ കൂടുതലാണ്. ഗ്ലാമി ഗംഗനെ കുറെ തവണയായിട്ട് സമീപിച്ചാണ്, പക്ഷെ ഇത്തവണ അവർ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മെഹർ സീസൺ 7 കുറേയധികം പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന ഒരു പേരാണ് മെഹർ. ഇത്തവണയും മെഹർ പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം മെഹർ വരുമോ ഇല്ല എന്ന്. എന്തായാലും ഇത്തവണ തൊപ്പിയുടെ ഒക്കെ കേസൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഹൈപ്പ് കൂട്ടി നിൽക്കുന്നതുകൊണ്ട് മെഹർ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു പേര്, ഒരു ആക്ട്രസ് ആയിട്ടുള്ള ഗായത്രി സുരേഷിനെ കഴിഞ്ഞ തവണ സമീപിച്ചാണ്, പക്ഷെ ഗായത്രി സുരേഷ് നോ പറഞ്ഞാണ്. പക്ഷെ ഇത്തവണ ഗായത്രി സുരേഷ് ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറെ മറ്റേ സിനിമകളിലും അന്യഭാഷ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഒരു രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു താരം കൂടിയാണ് ഗായത്രി സുരേഷ്. അപ്പം ഗായത്രി സുരേഷിന്റെ കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ഗായത്രി സുരേഷ് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിലെല്ലാം അവർ വരും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇത്തവണ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സുബീഷ് സുധി, ഈ കോമഡിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുബീഷ് സുധി. അപ്പം എല്ലാ സീസണിലും ഒരു കോമഡി താരത്തെ കൊണ്ടുവരാറുണ്ട്. അപ്പം സുബീഷ് സുധി ഈ തവണ ആ കാറ്റഗറിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ. സീരിയലിൽ ചെറിയ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ സിനിമകളിലെ മെയിൻ താരമായിട്ട് അഭിനയിച്ചതാണ്. ഇത്തവണ ഈ അടുത്തായിട്ട് ഒരു സിനിമ വരെ ഇറങ്ങാനിരിക്കുന്നതാണ് സുബീഷ് സുധിയുടെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സുബീഷ് സുധീനെ ഒരു കോമേഡിയൻ എന്ന റോളിൽ എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ജാസി ഇത്തവണ എന്തായാലും ഉണ്ടാവും. കാരണം കഴിഞ്ഞ തവണ സീസൺ 7 എന്തായാലും ജാസി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ ജാസി വന്നിട്ടില്ല. പക്ഷെ ഇത്തവണ ജാസിക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ജാസി ഇത്തവണ ഉണ്ടാകും. ജാസിയെ വിളിച്ചാൽ ജാസി എന്തായാലും പോവാതിരിക്കില്ല. കാരണം ജാസി ഈ ഫെയിമിനൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തി കൂടിയാണ് ജാസി. അതെന്തായാലും ജാസി ഇത്തവണ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ കേൾക്കുന്ന പേരാണ് തൊപ്പി ഒന്നും വരാൻ ചാൻസ് ഇല്ല. പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നതാണ്. കാരണം കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കാരണങ്ങളുള്ളതുകൊണ്ട് തൊപ്പി വരാൻ ചാൻസ് കുറവാണ്. എന്നാലും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളത് അറിയിക്കുന്നത്. പിന്നെ വിനു വിജയ്, അതായത് നമ്മുടെ അനുമോളിന്റെ ഒക്കെ PR എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ല, PR അതേനെ അഖിൽ മാരാറിനെ ജയിപ്പിച്ച PR വിനു വിജയ് ആണ് പിന്നെ കേൾക്കുന്നത്. വിനു വിജയൊക്കെ എത്രമാത്രം വരുമെന്ന് അറിയില്ല. പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറഞ്ഞാൽ ഇനി നാളെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയില്ല നീ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ ഒരു പേര് ഇട്ടെന്നുള്ളൂ. വിനു വിജയുടെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ അശ്വന്ത് കോക്കിനെ ഒന്നും വിളിച്ചാൽ നടക്കില്ല. അശ്വന്ത് കോക്കിന്റെ അടുത്ത് കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് പ്രവർത്തകർ പോയിരുന്നതാണ്. പക്ഷെ അശ്വന്ത് കോക്ക് സമ്മതം മൊഴിയിട്ടില്ലായിരുന്നു. ഇത്തവണയും പോയിട്ടുണ്ട്. അശ്വന്ത് കോക്ക് ഇതിൻ്റെ അകത്ത് വന്ന് ഏൺ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അശ്വന്ത് കോക്കിന് അത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം അശ്വന്ത് കോക്കിന്റെ പേര് കേൾക്കുന്നുണ്ട്. പക്ഷെ വരാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ സഞ്ജു ടെക്കിനെ കേൾക്കുന്നുണ്ട് കേട്ടോ. സഞ്ജു ടെക്കി ഇപ്പം ഒരു ഫെയിമിലൊന്നും ഇല്ലാണ്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് ഒക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ സഞ്ജു ടെക്കി ഇത്തവണ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഒരു 80% ഉറപ്പിക്കാവുന്ന ഒരു വ്യക്തി കൂടിയാണ് സഞ്ജു ടെക്കി. പണ്ട് കാലത്തെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, യൂട്യൂബും വ്ളോഗും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സഞ്ജു ടെക്കി ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. പിന്നെ കേൾക്കുന്ന ഒരു പേരാണ് മഞ്ജുഷ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ആണ്. ഏഷ്യാനെറ്റിലെ സീരിയലിലൊക്കെ ഉണ്ട് മഞ്ജുഷ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി. ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. മഞ്ജുഷ മാർട്ടിൻ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ കേൾക്കുന്ന ഒരു പേര് കൂടിയാണ് സോണ നായർ. കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് കേട്ടുകൊണ്ടിരുന്ന പേരാണ് സോണ നായർ. ഇത്തവണയും കേൾക്കുന്നുണ്ട്, പക്ഷെ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഒരു ഇന്റർവ്യൂവർ, അല്ലെങ്കിൽ തമിഴിലൊക്കെ കുറെ ഷോകൾ ചെയ്തിരുന്ന ശിവാംഗി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട്. കാരണം അവരുടെ അമ്മ വന്നിട്ട് തൃശ്ശൂരോ എന്തോ ആണ്. അവർക്ക് മലയാളം അറിയട്ടോ. തമിഴിൽ നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്ന ശിവാംഗിയുടെ പേര് കേൾക്കുന്നുണ്ട്. പക്ഷെ ശിവാംഗി ഒന്നും വരാൻ ചാൻസ് കുറവാണ്. ഈ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് പേരൊക്കെ ഞാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞവര് ചാൻസ് കുറവ് തന്നെയാണ്. അവർ വരാൻ ചാൻസ് വളരെ കുറവാണ്. അവരുടെ അടുത്ത് ഈ ശിവാംഗിയുടെ അടുത്തൊക്കെ നമ്മൾ ഈ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ, കാരണം അവരൊക്കെ ഫെയിം നിലനിർത്തുന്ന താരങ്ങളാണ്. അപ്പൊ അവരെ കൊണ്ടുവന്ന് ഈ ഷോ കൊഴിപ്പിക്കുക, അല്ലെങ്കിൽ അഗ്നിപരീക്ഷ ഒന്ന് കളറാക്കുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് അശ്വന്ത് കോക്കിനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കില്ല. ഈ ശിവാംഗി എന്ന് പറഞ്ഞാൽ നല്ല മൂല്യമുള്ള ഒരു സെലിബ്രിറ്റിയാണ്. കാരണം തമിഴിലെ കുറെ ചാനലുകളിലൊക്കെ ഷോകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശിവാംഗി. അതുകൊണ്ട് തന്നെ ശിവാംഗി വരാൻ ചാൻസ് വളരെ കുറവാണ്.
നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ്. ഒരു 20-21 പേരുണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ. ഇതിൽ ആരൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം കഴിഞ്ഞ തവണ ഏകദേശം ഒരു 80% ആൾക്കാർ നമ്മൾ പ്രഡിക്ഷൻ പറഞ്ഞ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത്തവണ അതെങ്ങനെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം നിങ്ങളെല്ലാവരും റെഡി ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ആ ദിവസത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, വരുന്ന വഴിയെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ വിട്ടുപോയവരെല്ലാം വീണ്ടും ഞാൻ പറയുകയാണ്, ചാനലിലേക്ക് തിരിച്ചു കയറുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ദ ഗല്ലി ബ്രോ എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ അപ്ഡേഷൻ ഫുൾ ഉണ്ടാവും. കാരണം ആരൊക്കെയാണ് ക്യാപ്റ്റൻ ആവുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ രഹസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിലൂടെ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ കൂടെയും പുറത്തുവിടും കേട്ടോ. നമ്മുടെ ആ സമയത്ത് പുറത്തുവിടുമ്പോൾ ഏഷ്യാൻ്റെ നമ്മൾ പിടിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കുറെ സീസണായിട്ട് ബിഗ് ബോസിന്റെ സീസണുകൾ റിവ്യൂ ചെയ്യുകയും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ കൈവിടില്ല എന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.